നമ്മൾ ഒരുപാട് ടൈപ്പ് സർജറി കേട്ടിട്ടുണ്ട്, അതായത് കീ ഹോൾ സർജറി, റോബോട്ടിക് സർജറി, അങ്ങനെ ഒരുപാട് ടൈപ്പ്. ഈ സ്പൈനിന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഈ ഓപ്പൺ സർജറി ഒക്കെ അല്ലാതെ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഉണ്ട്. സ്പൈൻ സർജറിയിൽ ഇന്ന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അതായത് നോർമലി നമ്മുടെ റൊട്ടീൻ സർജറിയിൽ, ബാക്ക് സർജറിയിൽ സാധാരണയായിട്ട് നമുക്കറിയാം ഇതാണ് നട്ടെല്ലുകൾ, ഇതിൻ്റെ ഇടയിലൂടെ പോകുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. ഏറ്റവും ഉള്ളിലായിട്ടാണ് നമുക്ക് ഡിസ്ക് ഉള്ളത്. മുന്നൊക്കെ ചെയ്തിരുന്നത് ഈ ഡിസ്കിലോട്ട് എത്തണമെങ്കിൽ ഇത്രയും എല്ലുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ നെർവിനെ മാറ്റിയിട്ടായിരുന്നു ഡിസ്കിലോട്ട് പോയിരുന്നത്. വലിയ മുറിവുണ്ടാവും, ഇത്രയും എല്ലുകൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുള്ള ടെക്നോളജിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അതായത് ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്യാപ്പുകൾ, ഇതാണ് ഇന്റർലാമിനാർ വിൻഡോ എന്ന് പറയും, ഇതിലൂടെ ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഏറ്റവും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഈ കേടായ ഡിസ്കുകൾ മാത്രം എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സർജറീസാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. അതിൽ തന്നെ വേൾഡിലെ ഏറ്റവും സ്മോളസ്റ്റ് സ്പൈൻ സർജറിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. രോഗിയുടെ അവസ്ഥ അനുസരിച്ച് എവിടെയാണോ ബുദ്ധിമുട്ടുകളുള്ളത്, ഡിസ്ക് എവിടെയാണോ ഉള്ളത്, അതനുസരിച്ച് നമുക്ക് പുറകിലൂടെയും സൈഡിലൂടെയും ഒക്കെ എൻഡോസ്കോപ്പി വളരെ 8 mm മാത്രമുള്ള, അതായത് നമ്മുടെ ചെറുവിരലിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ദ്വാരത്തിലൂടെ സർജറി ഫിനിഷ് ചെയ്യാൻ പറ്റും. പലപ്പോഴും സർജറി കഴിഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല, സ്റ്റിച്ചിലെസ് സർജറി എന്ന് പറയാറുണ്ട്. ഡയർ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. പേഷ്യൻസിന് അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏർലി റിക്കവറി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് പേഷ്യൻസിനെ വർക്കിലോട്ട് വിടാൻ പറ്റും. നോർമൽ ലൈഫിലോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ പറ്റുന്നുണ്ട്.